Good morning, students. Today I am going to recap our first chapter. All of you, please listen. In our first chapter, our first point is prime number. What is prime number? A prime number is a natural number greater than 1 that cannot be formed by multiplying two smaller natural numbers. എന്താണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ നമ്പറാണ്. അത് വണ്ണിനെക്കാട്ടിലും കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ രണ്ട് ചെറിയ നാച്ചുറൽ നമ്പേഴ്സ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന രണ്ട് ചെറിയ നാച്ചുറൽ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ പ്രൈം നമ്പർ ആയിരിക്കത്തില്ല. മനസ്സിലായി? അതായത് നമ്മുടെ പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ രണ്ട് സ്മോൾ നാച്ചുറൽ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ നമ്മൾ പഠിച്ചു. 5 അല്ലെങ്കിൽ 3 എന്തെടുത്താലും മതി. ഇപ്പോൾ 3 ആണ് എടുക്കുന്നതെങ്കിൽ 3 ഈസ് പ്രൈം ബിക്കോസ് ദ ഓൺലി വേസ് ഓഫ് റൈറ്റിംഗ് ഇറ്റ് ആസ് എ പ്രോഡക്റ്റായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റൂ? 1 into 3 ഓർ 3 into 1 അല്ലേ? 1 കൊണ്ട് മാത്രമേ അതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാനായിട്ട് പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ലേർഡ് രാമാനുജൻ പ്രൈം. രാമാനുജൻ പ്രൈമിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചത് എന്താണ്? രാമാനുജൻ പ്രൈം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Rn ആണ്. ആൻഡ് ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് n പ്രൈം ബിറ്റ്വീൻ എക്സ് ആൻഡ് x/2 ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ Rn. എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Rn എന്ന് പറയുന്ന കണ്ടീഷൻ വെച്ചിട്ട് എക്സിനും x/2നും ഇടയ്ക്ക് n പ്രൈം നമ്പേഴ്സ് ഉണ്ടാകും എന്നാണ് രാമാനുജൻ പ്രൈം പറയുന്നത്. ആൻഡ് ഹി ഫൗണ്ട് ദാറ്റ് 2, 11, 17, 29 and 41 are the first Ramanujan primes. പുള്ളി കണ്ടുപിടിച്ച ആദ്യത്തെ രാമാനുജൻ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 11, 17, 29 and 41. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? റേഷ്യോ, പ്രപ്പോർഷൻ ആൻഡ് ലോഗരിതംസ്. വാട്ട് ഈസ് റേഷ്യോ? ദ വാല്യൂ ഒബ്റ്റെയിനിങ് വെൻ ടു സിമിലർ ക്വാണ്ടിറ്റീസ് ആർ കമ്പയർഡ് ബൈ ഡിവൈഡിങ് വൺ ക്വാണ്ടിറ്റി വിത്ത് ദി അതർ. അതായത് നമ്മൾക്ക് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? രണ്ട് സിമിലർ ക്വാണ്ടിറ്റീസിനെ സെയിം വാല്യൂ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയും? റേഷ്യോ എന്ന് പറയാനായിട്ട് പറ്റും. ദ റേഷ്യോ ഓഫ് ടു ക്വാണ്ടിറ്റീസ് ഈസ് ദാറ്റ് വാല്യൂ വിച്ച് ഗീവ്സ് ആസ് ഹൗ മെനി ടൈംസ് വൺ ക്വാണ്ടിറ്റി ഓഫ് ദ അതർ. അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റിയുടെ റേഷ്യോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് തരുന്നത്? ഹൗ മെനി ടൈംസ് വൺ ക്വാണ്ടിറ്റി ഓഫ് ദ അതർ. എത്ര ടൈംസ് ഒരു ക്വാണ്ടിറ്റിയുടെ എത്ര ടൈംസ് ആണ് അടുത്തത് എന്നുള്ളതിൻ്റെ ഒരു റേഷ്യോ ആണ് നമുക്ക് എപ്പോഴും റേഷ്യോയുടെ വാല്യൂസ് നമുക്ക് തരുന്നത്. ഓൺലി വൺ ക്വാണ്ടിറ്റി ഓഫ് ദ സെയിം കൈൻഡ് ദാറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി വിത്ത് ദ സെയിം യൂണിറ്റ്സ് ക്യാൻ ബി കമ്പയർഡ്. അതായത് സെയിം യൂണിറ്റ്സ് ആയിട്ടുള്ള ക്വാണ്ടിറ്റികളെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു യൂണിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നമ്പേഴ്സാണ് എടുക്കുന്നതെങ്കിൽ 1:2 അങ്ങനെ നമ്പേഴ്സിൻ്റെ ഇതിൽ നമുക്ക് ഇത് ചെയ്യും. ഇപ്പോൾ യൂണിറ്റ് വൈസ് എടുത്തു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കിലോഗ്രാം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് പറയാൻ വേണ്ടി, ഇപ്പോൾ കിലോഗ്രാമിൻ്റെ ഇതാണ് എടുക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? 1 kg is to 2 kg. അതായത് യൂണിറ്റുകൾ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. മനസ്സിലായോ? സെയിം യൂണിറ്റ്സിൻ്റെ ക്വാണ്ടിറ്റീസിനെ മാത്രമേ നമുക്ക് റേഷ്യോസ് ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചായിരുന്നു റേഷ്യോസിൻ്റെ. ഏതൊക്കെയാണ്? ഫസ്റ്റ് റേഷ്യോ എന്താ പറയുന്നത്? ദ റേഷ്യോ എ ആൻഡ് ബി ഈസ് റിട്ടേൺ ആസ് A:B. A, B എന്ന് പറയുന്ന രണ്ട് ക്വാണ്ടിറ്റീസിനെ നമ്മൾ A:B എന്നാണ് റേഷ്യോ വൈസ് എഴുതുന്നതെങ്കിൽ ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ്, അത് മെഷേർഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ബൈ ദ ഫ്രാക്ഷൻ A/B. എന്താണ്? A/B എന്നുള്ള ഫോമിലായിരിക്കും നമ്മളത് മെഷർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? റേഷ്യോ A, B എന്ന് പറയുന്ന രണ്ട് റേഷ്യോസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് സാധാരണഗതി നമ്മൾ എങ്ങനെ റേഷ്യോ എഴുതും? A:B അല്ലേ? അപ്പോൾ അതിനെ മെഷർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ബൈ ദ ഫ്രാക്ഷൻ വേ ദാറ്റ് ഈസ് A/B. Okay, the next one, if two quantities are in the ratio A:B, then the first and the second quantities will be, അതായത് രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോ A:B ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ക്വാണ്ടിറ്റിയും സെക്കൻഡ് ക്വാണ്ടിറ്റീസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് വിൽ ബി A/A+B ടൈംസ് ആൻഡ് B/A+B ടൈംസ് the sum of two quantities respectively. മനസ്സിലായോ? A/A+B ടൈംസ് ആൻഡ് B/B+B ടൈംസ് ദ സം ഓഫ് ദ ടു ക്വാണ്ടിറ്റീസ് റെസ്പെക്റ്റീവ്ലി. അത് എയുടെയും ബിയുടെയും വാല്യൂ സം ചെയ്തിട്ട് അതിനെ നമ്മൾ A ഡിവൈഡഡ് ബൈ ദ സം ഓഫ് ദ ടു ക്വാണ്ടിറ്റീസ് ആൻഡ് B ഡിവൈഡഡ് ബൈ ദ സം ഓഫ് ദ ടു ക്വാണ്ടിറ്റീസ് ആൻഡ് ഓൾസോ മൾട്ടിപ്ലൈങ് ദീസ് ടു ക്വാണ്ടിറ്റീസ്.
അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ എക്സാമ്പിൾ എന്താ കൊടുത്തിരിക്കുന്നത്? ഇഫ് എക്സ് ഈസ് ടു വൈ 3:5 3:5 ആണെങ്കിൽ എങ്ങനെ എഴുതാം? 3/3+5 ഇൻറ്റു 3+5. ക്ലിയർ ആയോ? അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? 5, അതായത് വൈയുടെ വാല്യൂ 5. സോ 5/a+b. ഇതിൻ്റെ അകത്ത് x+y എന്ന് പറയുമ്പോൾ 3+5, ദാറ്റ് ഈസ് 8 ഇൻറ്റു 3+5. അപ്പോൾ 8ഉം 8ഉം കട്ട് ചെയ്ത് പോകും, റിമൈനിങ് 5. അപ്പോൾ നമുക്ക് ഈ രീതിയിലും a:b ആയിട്ടാണ് റേഷ്യോ എഴുതുന്നതെങ്കിൽ അതിനെ ഈ രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ മൂന്നാമത്തെ എന്താ പഠിച്ചേ? ദ റേഷ്യോ ഓഫ് ടു ക്വാണ്ടിറ്റീസ് ക്യാൻ ബി ഫൗണ്ട് ഒൺലി വെൻ ബോത്ത് ദ ക്വാണ്ടിറ്റീസ് ആർ ഓഫ് ദ സെയിം കൈൻഡ്. അതിപ്പോൾ നമ്മൾ പഠിച്ചല്ലേ, രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോ ആയിട്ട് നമ്മൾ എഴുതണമെങ്കിൽ ആ രണ്ട് ക്വാണ്ടിറ്റീസും സെയിം കൈൻഡ്, സെയിം ടൈപ്പ് ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ വന്നു, റേഷ്യോ ബിറ്റ്വീൻ 1 മീറ്റർ ആൻഡ് 5 സെക്കൻഡ് അല്ലേ. ഒന്നിൻ്റെ യൂണിറ്റ് മീറ്ററും ഒന്നിൻ്റെ യൂണിറ്റ് സെക്കൻഡ്സുമാണ്. അപ്പോൾ ഇതിനെ റേഷ്യോ ഫോമിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. 1 മീറ്റർ എന്നുള്ളതിനെ നമുക്ക് സെക്കൻഡ്സിലേക്ക് ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ റേഷ്യോസ് നമുക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല അല്ലേ. ഇറ്റ് കനോട്ട് ബി ഫൗണ്ട് ആസ് ദ ക്വാണ്ടിറ്റീസ് ഗിവൺ ആർ നോട്ട് ഓഫ് ദി സെയിം കൈൻഡ്. അതായത് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് സെയിം കൈൻഡ് അല്ല. ഇപ്പം നമുക്ക് മിനിറ്റും സെക്കൻഡും ആണെങ്കിൽ മിനിറ്റിനെ ഒന്നുകിൽ നമുക്ക് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് റേഷ്യോ ആയിട്ട് എഴുതാം. പക്ഷേ ഈ കേസിൽ 1 മീറ്റർ ആൻഡ് 5 സെക്കൻഡ്സ് രണ്ടും 2 യൂണിറ്റ് ആണ്. വൺ ഈസ് മീറ്റർ ആൻഡ് അനദർ ഈസ് സെക്കൻഡ്. സോ വി കാൺട്ട് റൈറ്റ് ഇറ്റ് ആസ് ഇൻ റേഷ്യോ ഫോം. നമുക്ക് എന്താണ് അതിനെ റേഷ്യോ ഫോമിലേക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല. Then the fourth one, a ratio is an abstract quantity and a ratio does not have any units. Ratio എന്ന് പറയുന്നത് എന്താണ്? അബ്സ്ട്രാക്റ്റ് ക്വാണ്ടിറ്റി ആണ്. അതിനൊരിക്കലും നമ്മൾ യൂണിറ്റ്സ് എഴുതത്തില്ല. നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ റേഷ്യോയിൽ യൂണിറ്റ്സ് എഴുതുമോ? ഒരിക്കലും ഇല്ല. ഇപ്പം നേരത്തെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ എഴുതുന്നത് സെയിം കൈൻഡ് ഓഫ് ക്വാണ്ടിറ്റി ആയിരിക്കണം. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ 1 മീറ്റർ 5 സെക്കൻഡ്സ്. പക്ഷേ അതിന് റേഷ്യോ ഫോം എഴുതാൻ പറ്റത്തില്ല. ഇപ്പോൾ സപ്പോസ് 1 മിനിറ്റ് ആൻഡ് 5 സെക്കൻഡ്സ് ആണെങ്കിൽ 1 മിനിറ്റിനെ നമുക്ക് സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 360 സെക്കൻഡ്സ് എന്നിട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 5. അപ്പം അതിനെ നമുക്ക് റേഷ്യോ ഫോമിൽ എഴുതാം. പക്ഷേ റേഷ്യോ ഫോം എഴുതുമ്പോൾ നമ്മൾ അവിടെ എന്ത് ഡിനോട്ട് ചെയ്യത്തില്ല? യൂണിറ്റ്സ് ഡിനോട്ട് ചെയ്യത്തില്ല. അതാണ് 4th പോയിന്റ് പറയുന്നത്. ദ റേഷ്യോ ഓഫ് 30 സെക്കൻഡ്സ് ആൻഡ് 1 മിനിറ്റ്. തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ദ റേഷ്യോ ഓഫ് 30 സെക്കൻഡ്സ് ആൻഡ് 1 മിനിറ്റ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈസ് 1 മിനിറ്റ് ഈസ് അതായത് 30 സെക്കൻഡ്സ് ആൻഡ് 1 മിനിറ്റ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 30 സെക്കൻഡ്സ് ഈസ് ടു 1 മിനിറ്റ് എന്ന് പറയുമ്പം 60 സെക്കൻഡ്സ് അല്ലേ. അപ്പോൾ 30 സെക്കൻഡ്സ് ഈസ് ടു 60 സെക്കൻഡ്സ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1:2. ക്ലിയർ ആയല്ലോ? ദ നെക്സ്റ്റ് വൺ, ടേംസ് ഓഫ് എ റേഷ്യോ. Terms of a ratio എന്ന് പറഞ്ഞാൽ എന്താ? For a given ratio a:b, we say that is the first term or antecedent and the b is the second term or consequent. അതായത് നമ്മൾ റേഷ്യോയുടെ ടേംസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ a:b അല്ലെങ്കിൽ 1:2 എന്താ എടുക്കുന്നത് വെച്ചാൽ 1:2 ആണെങ്കിൽ 1 is the first term and 2 is the second term. If we take it as a:b ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ a is the first term and b is the second term. So we know that the first term can be called as antecedent and the second term can be called as consequent. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ റേഷ്യോ 3:4, 3:4ൽ 3 ആണ് ഫസ്റ്റ് ടൈം. സോ ഇറ്റ് ഈസ് ആൻറ്റിസിഡൻറ്റ് ആൻഡ് വൈൽ 4 ഈസ് ദി കോൺസിക്വൻറ്റ്. Okay, the next one, properties of a ratio. In properties of ratio, we know that the value of ratio remain the same if both the terms of the ratio are multiplied or divided the same none. അതായത് സെയിം സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുന്നതെങ്കിൽ റേഷ്യോയുടെ വാല്യൂ എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും അല്ലേ. ഇപ്പോൾ 2 പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്, a/b. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? a/b എന്ന് പറയുന്ന ഫ്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു റേഷ്യോ ഫോമിനെ നമ്മൾ m എന്ന് പറയുന്ന ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. വാല്യൂസിന് വല്ല ചേഞ്ചസ് സംഭവിക്കുമോ? ഇല്ല. ഇപ്പം നമ്മൾ 1:2 എന്ന് പറയുന്ന ഒരു റേഷ്യോ അതിന് നമുക്ക് 1/2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അതിനെ ഞാൻ 2 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 × 2 ആൻഡ് 2 × 2 4. അപ്പോൾ എന്ത് വരും? 2/4. കട്ട് ചെയ്യുമ്പോൾ വീണ്ടും എന്ത് തന്നെ വരും? 1/2 വരും. അപ്പോൾ എന്താ, എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുന്നുണ്ടോ വാല്യൂവിന് യാതൊരുവിധ ചേഞ്ചസും സംഭവിക്കത്തില്ല. എപ്പോൾ? സെയിം നോൺ സീറോ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ റിമൈൻസ് എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ
നോൺ സീറോ നമ്പറായ എം കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. ദ നെക്സ്റ്റ് വൺ എന്ത് ചെയ്യുന്നു, നോൺ സീറോ നമ്പറായ എം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്തു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, എ ഈസ് ടു ബി എന്ന് പറയുന്നതിന് നമുക്കപ്പോൾ എങ്ങനെ എഴുതാം, എ ബൈ എം ഈസ് ടു ബി ബൈ എം. എന്താണ്, എ ബൈ m is to b by m. The value remains the same. Okay. ഇനി the next one, simplest form of a ratio. In simplest form of a ratio tells that the ratio of two or more quantities is said to be in the simplest form if the highest common factor of the quantities is 1. എന്താണ്, രണ്ടോ അതിൽ കൂടുതലോ ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് അതൊരു സിംപ്ലസ്റ്റ് ഫോം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർത്തോണം, അതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ദാറ്റ് ഈസ് HCF. എന്താണ്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കണം. ഇഫ് ദ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ദ ക്വാണ്ടിറ്റീസ് ഈസ് നോട്ട് 1, ആ ക്വാണ്ടിറ്റിയുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 അല്ല എങ്കിൽ then each quantity of the ratio is divided by the HCF to convert the ratio into its simplest form. എന്താണ്, ശ്രദ്ധിച്ചേ, നമുക്ക് തന്നിരിക്കുന്ന രണ്ടോ അതിൽ കൂടുതലോ റേഷ്യോസിൻ്റെ വാല്യൂ സിംപ്ലസ്റ്റ് ഫോം ആണ് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോണം, അതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്തായിരിക്കണം, 1 ആയിരിക്കണം. ഇഫ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആസ് 1, അതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 അല്ല എങ്കിൽ ഇഫ് യു ടേക്ക് ദ കോമൺ ഫാക്ടർ ആൻഡ് വി ഹാവ് ടു ഡിവൈഡ് ഇൻ ദ ഈച്ച് ക്വാണ്ടിറ്റി, അതായത് അതിൻ്റെ കോമൺ ഫാക്ടർ എടുത്തിട്ട് ആ ഓരോ ക്വാണ്ടിറ്റിയും ആ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് ടു കൺവേർട്ട് ദ റേഷ്യോ ഇൻ ടു ഇറ്റ് സിംപ്ലസ്റ്റ് ഫോം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ റേഷ്യോയെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ നോക്കിക്കോണം. ദ നെക്സ്റ്റ് വൺ, types of ratio. In types of ratio, 4 types are there. The first one, if a ratio A is to B where A greater than B. എന്താണ്, റേഷ്യോ A is to B ആണ്, കണ്ടീഷൻ A എന്ന് പറയുന്നത് B യെക്കാട്ടിലും വലുതാണെങ്കിൽ, A greater than B ആണെങ്കിൽ, if a positive quantity x is added to the two terms in the ratio A is to B, thus അതായത് എയുടെ വാല്യൂ ബിയുടെ വാല്യൂവിനെക്കാട്ടിലും വലുതാണെങ്കിൽ പോസിറ്റീവ് ക്വാണ്ടിറ്റിയായ എക്സ് കൊണ്ട് നമുക്ക് രണ്ടിടത്തും എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്ലസ് ചെയ്യാനായിട്ട് പറ്റും, ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എ പ്ലസ് എക്സ് ഈസ് ടു ബി പ്ലസ് എക്സ് ലെസ് ദാൻ എ ഈസ് ടു ബി. അതെന്ന് പറയുന്നത് എന്തായിരിക്കും, എ ഈസ് ടു ബിയുടെ വാല്യൂവിനെക്കാട്ടിലും ചെറുതായിരിക്കും. എന്താണ്, എയുടെ വാല്യൂ വലുതും ബിയുടെ വാല്യൂ ചെറുതുമാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് എയെ ബിയെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ കിട്ടുന്നതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എ ഈസ് ടു ബിയുടെ റേഷ്യോയെക്കാട്ടിലും ചെറുതായിരിക്കും. അതാണ് ഫസ്റ്റ് ടൈപ്സ് ഓഫ് റേഷ്യോ പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് പറയുന്നത് എന്താണ്, എ റേഷ്യോ എ ഈസ് ടു ബി വെർ എ ലെസ് ദാൻ ബി. എ എന്ന് പറയുന്നത് ബിയുടെ വാല്യൂവിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ, ക്ലിയർ ആയോ? നേരത്തെ നമ്മൾ പഠിച്ചു ബിയുടെ വാല്യൂവിനെക്കാട്ടിലും വലുതാണ് എയുടെ വാല്യൂ എങ്കിൽ. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ്, എയുടെ വാല്യൂവിനെക്കാളും വലുതാണ് ബിയുടെ വാല്യൂ എങ്കിൽ. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇഫ് ദ പോസിറ്റീവ് ക്വാണ്ടിറ്റി എക്സ് ഈസ് ആഡഡ് ടു ദ ടു ടേംസ് ഓഫ് ദ റേഷ്യോ എ ഈസ് ടു ബി. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കൊണ്ട് എയും ബിയെ നമ്മൾ ആഡ് ചെയ്യുന്നു. ആ കിട്ടുന്നതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എ ഈസ് ടു ബിയെക്കാട്ടിലും വലുതായിരിക്കും. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് പറയുന്നത് എന്താണ്, എ റേഷ്യോ എ ഈസ് ടു ബി വെർ എ ഈക്വൽ ടു ബി. എയും ബിയും സെയിം ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1 ഈസ് ടു 1, ദാറ്റ് ഈസ് 1 ഈക്വൽ ടു 1, ഓർ 2 ഈസ് ടു 2, 2 ഈക്വൽ ടു 2. ആ കണ്ടീഷൻ ആ രീതിയിൽ വരികയാണെങ്കിൽ, ഇഫ് ദ പോസിറ്റീവ് ക്വാണ്ടിറ്റി എക്സ് ഈസ് ആഡഡ് ടു ടു ടേംസ് ഇൻ ദ റേഷ്യോ എ ഈസ് ടു ബി, പോസിറ്റീവ് ക്വാണ്ടിറ്റിയായ എക്സ് കൊണ്ട് രണ്ട് ടേമിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് എ പ്ലസ് എക്സ് ഈസ് ടു ബി പ്ലസ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എ ഈസ് ടു ബി. അത് എ ഈസ് ടു ബിയോട് തന്നെ ഈക്വൽ ആയിരിക്കും. ഇനി ഫോർത്ത് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ കോമ്പൗണ്ട് റേഷ്യോ ഓഫ് ടു റേഷ്യോസ്. എന്താണ്, രണ്ട് റേഷ്യോസിൻ്റെ കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് രണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. ജസ്റ്റ് വി കൺസിഡർ എ ഈസ് ടു ബി ആൻഡ് സി ഈസ് ടു ഡി ആർ ദ ടു റേഷ്യോസ്. then we have to write it as AC is to BD. എന്താണ്, ഫസ്റ്റ് റേഷ്യോയിലെ ഫസ്റ്റ് ടേമിനെയും സെക്കൻഡ് റേഷ്യോയിലെ ഫസ്റ്റ് ടേമിനെ നമ്മൾ എടുത്തിട്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് എന്തിനോട് തുല്യമായിരിക്കും, ഫസ്റ്റ് റേഷ്യോയിലെ സെക്കൻഡ് ടേമും സെക്കൻഡ് റേഷ്യോയിലെ സെക്കൻഡ് ടേമും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട്
തുല്യമായിരിക്കും. ക്ലിയർ ആയോ? ഇഫ് വി ജസ്റ്റ് കൺസിഡർ എ ഈസ് ടു ബി ആൻഡ് സി ഈസ് ടു ഡി ആർ ദ ടു റേഷ്യോസ്, then we have to write it as AC is to BD. Okay, move to the next topic, proportions. In proportion, what is proportion? The equality of two ratios is called proportion. എന്താണ്? രണ്ട് റേഷ്യോസിൻ്റെ ഇക്വാലിറ്റി ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് നോട്ട് ഡൗൺ എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി. എന്താണ്? എ ഈസ് ടു ബി എന്ന് പറയുന്നത് സി ഈസ് ടു ഡിയോട് തുല്യമാണെങ്കിൽ ദെൻ എ ബി സി ആൻഡ് ഡി ആർ സെറ്റ് ടു ബി ഇൻ പ്രൊപ്പോർഷൻ ആൻഡ് ദ സെയിം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് A is to B proportion C is to D. ക്ലിയർ ആയോ? A is to B എന്ന് പറയുന്ന റേഷ്യോ C is to D യോട് തുല്യമാണെങ്കിൽ അതിനെ പ്രൊപ്പോർഷൻ വൈസ് നമുക്ക് എങ്ങനെ എഴുതാം? A is to B. പ്രൊപ്പോർഷൻ എന്നുള്ളതിൻ്റെ സിമ്പിളാണ് രണ്ട് കോളൻ എഴുതുക എന്നുള്ളത്. ദെൻ C is to D. ഓക്കെ. The next one, properties of proportion. In properties of proportion, first property A, B, C and D are respectively known as the first, second, third and fourth proportion. അതായത് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കതിനെ എങ്ങനെ പറയാം? എ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൊപ്പോർഷൻ ആണ്, ബി എന്ന് പറയുന്നത് സെക്കൻഡ് പ്രൊപ്പോർഷൻ ആണ്, സി എന്ന് പറയുന്നത് തേർഡ് പ്രൊപ്പോർഷൻ ആണ് ആൻഡ് ഡി എന്ന് പറയുന്നത് ഫോർത്ത് പ്രൊപ്പോർഷൻ ആണെന്ന് പറയാം. അതുപോലെ തന്നെ സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർത്ത് ടേംസ് ആർ കോൾഡ് എക്സ്ട്രീംസ്. എന്താണ്? ഫസ്റ്റ് ടേമിനെയും ഫോർത്ത് ടേമിനെയും നമ്മൾ പറയുന്നത് എന്താണ്? എക്സ്ട്രീംസ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം ഏതാ? എ ആൻഡ് ദ ഫോർത്ത് ടേം ഡി. സോ എ ആൻഡ് ഡി ആർ കോൾഡ് എക്സ്ട്രീംസ്. വൈൽ ദ സെക്കൻഡ് ആൻഡ് ദ തേർഡ് ടേംസ് ആർ കോൾഡ് മീൻസ്. സെക്കൻഡ് ടേം എന്താണ്? ബി ആൻഡ് ദ തേർഡ് ടേം സി. അപ്പോൾ സെക്കൻഡ് ടേമും തേർഡ് ടേമും എന്തായിരിക്കും? മീൻസ്. അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് പ്രൊപ്പോർഷൻ. തേർഡ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്? പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ്. എക്സ്ട്രീംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനോട് തുല്യമാണ്? മീൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് തുല്യമാണ്. ദാറ്റ് ഈസ് എ ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു സി. ക്ലിയർ ആയോ? പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ്. The fourth property, the fourth term can also be referred to as the fourth proportional of A, B and C. അതായത് ഫോർത്ത് ടേം അല്ലെങ്കിൽ ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും സിയുടെയും ഫോർത്ത് പ്രൊപ്പോർഷണലായിട്ടാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഡി ഈസ് ദ ഫോർത്ത് ടേം ആൻഡ് ഇറ്റ് ക്യാൻ ബി ഓൾസോ റെഫർഡ് ടു as the fourth proportional of A, B and C. Clear ആയോ? And the fifth one, if A is to B equal to C is to D, that is A is to B equal to C is to D, നമുക്ക് എങ്ങനെ എഴുതാം? A by B equal to C by D. Then the given properties can be written as, തന്നിരിക്കുന്ന പ്രോപ്പർട്ടി നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? B is to A proportion D is to C. അതായത് നമുക്ക് തലതിരിച്ചിടാം. A is to B equal to C is to D നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുമ്പോൾ A by B is to C by D. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? B is to A proportion C is to D. അപ്പോൾ അത് എഴുതുമ്പോൾ എങ്ങനെ വരും? B by A equal to D by C. ഓക്കെ. ഇനി അതുപോലെ തന്നെ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്നു, അതായത് ഫസ്റ്റിൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്നു. അങ്ങനെയുള്ള പ്രോപ്പർട്ടിക്ക് പറയുന്നതാണ് അല്ലെങ്കിൽ ആ റിലേഷന് പറയുന്ന പേരാണ് ഇൻവേർട്ടൻ്റ്. എന്താണ്? ഇൻവേർട്ടൻ്റ്. ദ സെക്കൻഡ് വൺ, ഓൾട്ടർനേറ്റീവ്. ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇഫ് എ ഈസ് ടു ബി പ്രൊപ്പോർഷൻ സി ഈസ് ടു ഡി ആണെങ്കിൽ ദെൻ മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ്സ് ഓഫ് ദ പ്രൊപ്പോർഷൻ ബൈ ബി ബൈ സി. എന്താണ്? എ ഈസ് ടു ബി പ്രൊപ്പോർഷൻ സി ഈസ് ടു ഡി എന്ന് പറയുന്നതിനെ കൊണ്ട് നമ്മൾ ബി ബൈ സി കൊണ്ട് രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആദ്യത്തെ ടേമിൽ നിന്ന് ബി കട്ടായിപ്പോൾ രണ്ടാമത്തെ ടേമിൽ നിന്ന് സി കട്ടായിപ്പോൾ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? എ ഈസ് ടു സി ഈക്വൽ ടു ബി ഈസ് ടു ഡി. ഇതൊക്കെ ചെയ്ത് ജസ്റ്റ് നോക്കണം കേട്ടോ. ഇനി സെവൻത്ത് പ്രോപ്പർട്ടി എന്താ പറയുന്നത്? ആഡിങ് 1 ടു ബോത്ത് സൈഡ്സ് ഓഫ് ദ പ്രൊപ്പോർഷൻ. രണ്ട് സൈഡിലെ പ്രൊപ്പോർഷൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? ദാറ്റ് ഈസ് എ ഈസ് ടു ബി പ്രൊപ്പോർഷൻ സി ഈസ് ടു ഡി. അപ്പോൾ എ ഈസ് ടു ബി എന്ന് പറയുന്നത് എ ബൈ ബി, അതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബൈ ബി പ്ലസ് 1 ഈക്വൽ ടു ദ നെക്സ്റ്റ് ടേം സി ഈസ് ടു ഡി. സി ഈസ് ടു ഡിയെ നമുക്ക് എങ്ങനെ എഴുതാം? സി ബൈ ഡി പ്ലസ് 1 ആഡ് ചെയ്തു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പം ഫൈനലി നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് ബി ബൈ ബി ഈക്വൽ ടു സി പ്ലസ് ഡി ബൈ ഡി.
ഓക്കെ, അപ്പോൾ അതിനെ റേഷ്യോ ഫോം ഈസ്റ്റ് ഫോമിലേക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഈസ് ടു ബി ഈക്വൽ ടു സി പ്ലസ് ഡി ഈസ് ടു ഡി. അപ്പം ഈ റിലേഷനെ നമുക്ക് എന്തെന്ന് പറയാം? കമ്പോണൻറ്റ് ഓഫ്. ദ എയ്ത്ത് വൺ എന്താ പറയുന്നത്? സെയിം വൺ, നമ്മളിപ്പോൾ +1 ആഡ് ചെയ്തു. ദ നെക്സ്റ്റ് വൺ സബ്ട്രാക്റ്റിംഗ് 1 ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് ദ പ്രൊപ്പോർഷൻ. രണ്ട് സൈഡ്സിലെ പ്രൊപ്പോർഷൻ്റെ കൂടെ 1 കൊണ്ട് നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരും? എ ബൈ ബി -1 ഈക്വൽ ടു സി ബൈ ഡി -1. സോ we get a minus b by b equal to c minus d by d. So it can be written in it as in ratio form. A minus b is to b equal to c minus d is to d. So this relationship is known as dividendo. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഇൻവേർട്ടൻ ഫസ്റ്റ് പഠിച്ചത് എന്താണ്? ഇൻവേർട്ടൻ. ദ സെക്കൻഡ് വൺ ഓൾട്ടർനേറ്റോ. ദ തേർഡ് വൺ കമ്പോണൻറ്റോ. ആൻഡ് ഫോർത്ത് വൺ ഡിവിഡൻറ്റോ. Okay, the last property, dividing the equations 1 by equations 2. അതായത് ആഡിങ് +1 ആഡ് ചെയ്യുന്ന ഇക്വേഷനെ നമ്മൾ -1 സബ്ട്രാക്ട് ചെയ്യുന്ന ഇക്വേഷനുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് വി ഗെറ്റ് ദ ഫൈനൽ സൊല്യൂഷൻ ദാറ്റ് ഈസ് എ പ്ലസ് ബി ഈസ് ടു എ മൈനസ് ബി വിച്ച് ഈസ് ഈക്വൽ ടു സി പ്ലസ് ഡി ഈസ് ടു സി മൈനസ് ഡി. ഓക്കെ, ഫിഫ്ത്ത് പ്രോപ്പർട്ടി പറയുന്നത് എന്താ? ഇഫ് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ഈക്വൽ ടു ഇ ബൈ എഫ് ആൻഡ് എൽ എം ആൻഡ് എൻ ആർ എനി 3 നോൺ സീറോ നമ്പേഴ്സ്. അതായത് എ ബൈ ബി എന്ന് പറയുന്നത് സി ബൈ ഡിയോട് തുല്യമാണ്, അത് ഇ ബൈ എഫിനോട് തുല്യമാണ്. അതുപോലെ തന്നെ എല്ലും എമ്മും എന്നും എന്ന് പറയുന്നത് 3 നോൺ സീറോ നമ്പേഴ്സ് ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എൽ എ പ്ലസ് എം സി പ്ലസ് എൻ ഇ ഡിവൈഡഡ് ബൈ എൽ ബി പ്ലസ് എം ഡി പ്ലസ് എൻ എഫ്. ആദ്യത്തെ എ ബൈ ബിയുടെ കൂടെ എൽ മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? സി ബൈ ഡിയുടെ കൂടെ എം മൾട്ടിപ്ലൈ ചെയ്തു, ഇ ബൈ എഫിൻ്റെ കൂടെ എൻ മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ അത് നമ്മൾ സം ചെയ്തു. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ലോഗരിതം. ഓക്കെ, ലോഗരിതത്തിൻ്റെ അകത്ത് എന്താ പറയുന്നത്? ലോഗരിതം ഈസ് യൂസ്ഫുൾ ഇൻ ലോങ് കാൽക്കുലേഷൻസ് ഇൻവോൾവിങ് മൾട്ടിപ്ലിക്കേഷൻസ് ആൻഡ് ഡിവിഷൻ. നമുക്കറിയാം അല്ലേ, ലോഗരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ലോങ് കാൽക്കുലേഷൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലോഗരിതം നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോഗരിതം എങ്ങനെ എഴുതുന്നത് അറിയാമല്ലോ? ലോഗ് ഓഫ് എ നമ്പർ ടു ദ ബേസ് അല്ലേ, ആ രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ചു വിട്ട് നോക്കുക. പിന്നെ എന്താണ് സിസ്റ്റം ഓഫ് ലോഗരിതം? സിസ്റ്റം ഓഫ് ലോഗരിതം എന്ന് പറഞ്ഞാൽ ദെർ ആർ 2 സിസ്റ്റം ഓഫ് ലോഗരിതം. ഫസ്റ്റ് വൺ natural logarithm and common logarithm. What is natural logarithm? In natural logarithm, they are calculated to the base to which approximately equal to 2.71. അതായത് നാച്ചുറൽ ലോഗരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് ഏകദേശം 2.71 വരുന്ന രീതിയിലായിരിക്കും കാൽക്കുലേഷൻസ് നടക്കുക. കോമൺ ലോഗരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗരിതത്തിൻ്റെ ബേസ് 10 ആയിരിക്കും. അങ്ങനെയുള്ളതിനെ കോമൺ ലോഗരിതം എന്ന് പറയുന്നു. അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഒരു 7 എണ്ണം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ലോഗരിതം ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. സെക്കൻഡ് നമ്മൾ പഠിച്ചു പോസിറ്റീവ് ബേസസ് ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് ഫോമിലുള്ള പോസിറ്റീവ് ബേസസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. തേർഡ് നമ്മൾ പഠിച്ചു ഇൻ ലോഗ് എ ടു ദ ബേസ് ബി നൈദർ എ നോർ ബി ഈസ് നെഗറ്റീവ്. അതായത് നമ്മളൊരു ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ ലോഗരിതം ഓഫ് എ ബേസ് ബിയിൽ എയും ബിയും ഒരിക്കലും നെഗറ്റീവ് ആവാനായിട്ട് പാടില്ല. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചു ലോഗ്സ് ഓഫ് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ടു ദ സെയിം ബേസ് ആർ ഡിഫറെൻറ്റ്. അതായത് സെയിം ബേസ് ആണ് പക്ഷേ നമ്പേഴ്സ് ഡിഫറെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ലോഗ് ഓഫ് 2 ബേസ് 10 വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ലോഗ് ഓഫ് 3 ബേസ് 10. അതായത് ബേസ് സെയിമും നമ്പർ ഡിഫറെൻ്റ് ആണെങ്കിലും വാല്യൂ എന്തായിരിക്കും? ഡിഫറെൻ്റ് തന്നെയായിരിക്കും. ഫിഫ്ത്ത് പോയിൻ്റ് എന്താ പറയുന്നത്? ലോഗ്സ് ഓഫ് ദ സെയിം നമ്പർ ടു ഡിഫറെൻറ്റ് ബേസസ്. അതായത് നമ്പേഴ്സ് സെയിം ആയിരിക്കും, ബേസസ് ഡിഫറെൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ലോഗ് 2 ബേസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് 2 ബേസ് 5. അപ്പോൾ ബേസസ് ഡിഫറെൻ്റ് ആണെങ്കിലും കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഡിഫറെൻ്റ് തന്നെയായിരിക്കും. ഓക്കെ, ഇനി സിക്സ്ത് പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? ലോഗ് ഓഫ് 1 ടു എനി ബേസ് ഈസ് 0. അതായത് ലോഗ് ഓഫ് 1 ആണ് വരുന്നതെങ്കിൽ ആ ബേസ് വാല്യൂ എന്തായിരിക്കും? അത് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ എന്താ പഠിച്ചത്? ലോഗ് ഓഫ് 0 ഈസ് നോട്ട് ഡിഫൈൻഡ്. ലോഗ് ഓഫ് 0 എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ലോസ് പഠിച്ചു.
5 ലോസ് പഠിച്ചിട്ടുണ്ട്. അത് 5 എന്തായിരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെന്തൊക്കെയാണ്? ലോഗ് ഓഫ് എ ബി ബേസ് എം എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് ഓഫ് എ ബേസ് എം പ്ലസ് ലോഗ് ഓഫ് ബി ബേസ് എം, അതായത് അഡീഷണൽ പ്രോപ്പർട്ടി. അടുത്ത് പറഞ്ഞാൽ എന്താ? സബ്ട്രാക്ഷൻ പ്രോപ്പർട്ടിയിൽ എന്താ പറയുന്നത്? ലോഗ് ഓഫ് എ ബൈ ബി ബേസ് എം എന്ന് പറയുന്നത് ലോഗ് എ ബേസ് എം മൈനസ് ലോഗ് ബി ബേസ് എം. നെക്സ്റ്റ് വൺ പറഞ്ഞു ലോഗ് ഓഫ് എ പവർ എം ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ലോഗ് എ. ഫോർത്ത് എന്താ പറയുന്നത്? ലോഗ് ഓഫ് എ ബേസ് ബി ഇൻറ്റു ലോഗ് ഓഫ് ബി ബേസ് സി എന്ന് പറയുന്നത് ലോഗ് ഓഫ് എ ബേസ് സി ആയിരിക്കും. ഇനി ഫിഫ്ത്ത് വൺ പറയുന്നത് ലോഗ് ഓഫ് എ ബേസ് ബി എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് ഓഫ് എ ബേസ് സി ഡിവൈഡഡ് ബൈ ലോഗ് ഓഫ് ബി ബേസ് സി. ഇൻ ദിസ് റിലേഷൻസ് ഇഫ് വി ടേക്ക് എ ഈക്വൽ ടു സി, എ സിയോട് തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഫോളോയിങ് ആൻസർ: ലോഗ് ഓഫ് എ ബേസ് ബി ഇസ് ഈക്വൽ ടു 1 ബൈ ലോഗ് ഓഫ് ബി ബേസ് എ. ക്ലിയർ ആയല്ലോ? ഇനി എല്ലാ പ്രോപ്പർട്ടീസും നോക്കുക. ആൻറ്റി ലോഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. ഫോർ എക്സാമ്പിൾ ലോഗ് ഓഫ് 20 ബേസ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോഗ് ഓഫ് 100 ബേസ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 10 പവർ 2 അല്ലേ? ബേസ് 10 ആകുമ്പോൾ 10 പവർ 2, ഇപ്പോൾ 2 ആണ് ആൻസർ വരുന്നത്. അപ്പം 100ൻ്റെ ആൻറ്റി ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, അതുപോലെ തന്നെ 2ൻ്റെ ആൻറ്റി ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. സോ ഓൾ ഓഫ് യു, ഐ തിങ്ക് all of you clearly understood. Okay students, thank you.